ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും ഗുഡ് മോർണിംഗ്. അല്ലെങ്കിൽ ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ആയി കടന്നാലോ. സോറി, ഇത് ഇത്തിരി ഡിലേ ആയി പോയി. കാരണം ബാക്കിയുള്ള സീരിയൽസ് ഡിലേ ആയതുകൊണ്ട് കുറച്ച് ഡിലേ ആയി പോയതാട്ടോ. അങ്ങനെ നമ്മുടെ മുത്തശ്ശി ലാവണിനെ ഫയർ ചെയ്തത് കണ്ടിട്ട് നമ്മുടെ ശ്രുതി ആകെ കണ്ടു തള്ളിങ്ങനെ നിൽക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ലാവണ എടുത്ത് മുത്തശ്ശി പറഞ്ഞിട്ട് നോക്ക്, മര്യാദയ്ക്ക് എന്തിനും പഠിച്ചിട്ട് ഇവിടെ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ അങ്ങനെ അടിച്ചിട്ട് പോകുവാണ്. അതിനുശേഷം നമ്മുടെ ലാവണ്യ വേഗം തന്നെ ആ ശ്രുതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്താ മേഡം, എന്താ ഇത്ര പ്രശ്നം? മുത്തശ്ശി എന്തിനാ ഇത്ര ചൂടാവുന്നത്? ഞാൻ ആദ്യമായിട്ടാണ് മുത്തശ്ശി ഇത്രയും ചൂടാവുന്നത് കാണുന്നത്. എന്തു പറ്റി മേഡം? മേഡത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തിനു തെറ്റ് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ ശ്രുതി, ഒരു തെറ്റും സംഭവിച്ചില്ല. ഞാൻ ആ രാമായണം വായിക്കാൻ പറഞ്ഞു. അത്ര വലിയ ബുക്ക് എങ്ങനെ വായിക്കും എന്ന് ചോദിച്ച് സംസാരിച്ചതിനാണ് ഇത്ര വഴക്ക്. സത്യം പറയാൻ ശ്രുതി, കാരണം ഇതൊന്നുമല്ല. പിന്നെന്താ കാരണം എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, നീ പെട്ടെന്ന് വരാതായത് തന്നെയാണ് കാരണം. നിന്നെ പെട്ടെന്ന് കാണാതായപ്പോൾ മുത്തശ്ശിക്ക് വിഷമമായി, അതാ കാര്യം. അതൊന്നുമല്ല, ഇത് വേറെന്തോ പ്രശ്നമാണ്. ചിലപ്പോൾ മുത്തശ്ശിയുടെ മുമ്പിൽ ലാവണ്യ മേഡം രാമായണം വായിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞതിൻ്റെ ദേഷ്യമായിരിക്കും. അല്ലെന്നേ, നീ വരാത്തതിൻ്റെ നല്ല വിഷമമുണ്ട് മുത്തശ്ശിക്ക്. ആ വിഷമം എൻ്റെ അടുത്ത് തീർക്കുക. ശ്രുതി, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സമ്മതിക്കോ? എന്താ ലാവണ്യ മേഡം എന്ന് ചോദിക്കുമ്പോൾ, അതെ, നീ കുറച്ച് ദിവസം കൂടി ഇവിടെ വരാൻ പറ്റുമോ ശ്രുതി? എന്നെ പഠിപ്പിച്ചു തരാൻ വേണ്ടി, രാമായണം പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട്. അയ്യോ മേഡം, ഒന്നും വിചാരിക്കരുത്, എനിക്കങ്ങനെ വരാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല മേഡം. പ്ലീസ് ശ്രുതി, ഒന്ന് വാ ശ്രുതി, കുറച്ച് ദിവസം വാ. അയ്യോ മേഡം, അത് മേഡം ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ശ്രുതി അപ്പുറത്തേക്ക് പോവാട്ടോ. എന്നിട്ട് പൂജാ റൂമിൽ നിന്ന് ആ വലിയ രാമായണം എടുത്തുകൊണ്ട് വരുവാണ്. ഇന്നൊരു ദിവസം കൊണ്ട് തന്നെ മേഡത്തിന് ഞാനിത് പഠിപ്പിക്കും. ഇത്രയും വലിയ ബുക്ക് ഒരു ദിവസം കൊണ്ട് നീ പഠിപ്പിക്കുമെന്നോ? അയ്യോ, ഈ ബുക്ക് ഫുള്ളും അല്ല മേഡം, ഇതിൽ ഓരോരോ ഭാഗങ്ങളുണ്ട്. അതായത് ഒത്തിരി ഭാഗങ്ങളുണ്ട്, അതെല്ലാം മേഡം പഠിക്കണ്ട. പക്ഷെ ഒരു ഭാഗം മാത്രം മേഡം പഠിച്ചാൽ മതി. പിന്നെ രാമായണത്തിൻ്റെ A to Z കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം, അതുപോലെ ചെയ്താൽ മതി. വേറെ ആരുടെ ഹെൽപ്പൊന്നും വേണ്ട ലാവണ്യ മേഡം, ഞാൻ ചെയ്തു തരാമെന്ന് പറയാണ്. നിന്റെ ഒരു കാര്യം എന്ന് ലാവണ്യ പറയണ്ട. അതിനുശേഷം ലാവണ്യ അകത്തേക്ക് കയറി പോകുമ്പോൾ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്ന, ഹാവോ, ആ കടലമിട്ടായി ഇവിടെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഭാഗ്യം, കാറ് കിടക്കുന്നത് കാണുന്നില്ല, അയാളില്ല. സമാധാനമായി, അയാൾ വരുന്ന മുമ്പ് എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ എന്ന് ശ്രുതി മനസ്സിൽ വിചാരിച്ചിട്ട് അപ്പുറത്തേക്കൊന്ന് തിരിയുവാട്ടോ. ആ സമയത്ത് തന്നെ അശ്വിൻ വരുന്നുണ്ട്. അശ്വിൻ കാറ് പാർക്ക് ചെയ്തിട്ട് അശ്വിൻ അകത്തേക്ക് കയറുമ്പോൾ അശ്വിൻ എന്തോ ഒരു തോന്നല്, ശ്രുതിയുടെ പ്രസൻസ് അവിടെ എവിടെ ഉണ്ടോന്ന് ഒരു തോന്നല്. ശ്രുതിക്ക് അങ്ങനെ തന്നെയാണ്. അശ്വിൻ വരുമ്പോൾ ആ ഒരു തോന്നല് ശ്രുതിക്കും ഉണ്ടാവുന്നുണ്ട്. അശ്വിൻ തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അകത്തേക്ക് കയറുവാട്ടോ. അതിനുശേഷം രാമേട്ടനോട് ചോദിക്കുന്നുണ്ട്, രാമേട്ട ചേച്ചി എവിടെ എന്ന് ചോദിക്കുകയാണ്. അത് അഞ്ജലി മോള് ഇവിടെ എവിടെയോ. ചേച്ചിനെ നോക്കിയാൽ കാണത്തുമില്ല. ചേച്ചി എന്ന് പറഞ്ഞിട്ട് ആദ്യം വിളിക്കാട്ടെ മുകളിലേക്ക് പോയിട്ട്. ആ സമയം ശ്രുതിയാണെങ്കിൽ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അയ്യോ, എണ്ണ കാണുന്നില്ലല്ലോ, ഈ പുതിയ എണ്ണയുടെ പാക്കറ്റ് എവിടെയാണോ വെച്ചത്, നോക്കാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുത്തെ ഷെൽഫിലേക്ക് ഇങ്ങനെ നോക്കോട്ടോ. അപ്പൊ എണ്ണയുടെ പാക്കറ്റ് അവിടെയൊന്നും കാണുന്നില്ല. ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഷെൽഫിന്റെ മുകളിൽ കയറാൻ വേണ്ടി പോകുവാണ്. അപ്പൊ കസേര വെച്ചിട്ട് ഇങ്ങനെ കയറുവാട്ടോ. കേട്ടിട്ട് ഇങ്ങനെ എണ്ണ തപ്പണ സമയത്ത് അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചേച്ചിന്ന് വിളിച്ചിട്ട് ഇങ്ങനെ വരുവാട്ടോ. അശ്വിൻ്റെ വിളി കേൾക്കുന്നതും നമ്മുടെ ശ്രുതി ആകെ ഞെട്ടിട്ട് ഇങ്ങനെ തിരിയുമ്പോഴേക്കും കസേരയിൽ അങ്ങോട്ട് വീഴുവാട്ടോ. വീഴുമ്പോൾ തന്നെ അശ്വിൻ വേഗം പോയിട്ട് ശ്രുതിനെ ഇങ്ങനെ പിടിക്കുവാണ്. ശ്രുതിനെ പിടിച്ചിട്ട് ദേഷ്യത്തോട് കൂടി തന്നെ ശ്രുതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുവാണ്. ശ്രുതിയും അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. നീയോ എന്ന് പറഞ്ഞിട്ട് അശ്വിനെ പെട്ടെന്ന് തന്നെ ശ്രുതിനെ നിലത്തേക്ക് ഇറക്കുവാണ്. നീ എന്താ പിന്നെ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, അത് എന്ന് പറയുമ്പോഴേക്കും, നീ വീണ്ടും വന്നല്ലേ, അല്ലെങ്കിൽ നിന്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാ. എന്തെങ്കിലും നിസ്സാര കാരണം ഉണ്ടാക്കി നീ ഇവിടെ വരും. എന്താണെന്നറിയാവോ, അതിന്റെ പേരിൽ നിനക്ക് പണം തട്ടാലോ, അതന്നെയാ കാര്യം. സർ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറയരുത് കേട്ടോ എന്ന് പറയാണ്. പിന്നെ നീ എന്തിനാണ് വന്നത്? നിന്നെ ഇവിടെ നിന്ന് അടിച്ചൊതുക്കി വിട്ടതല്ലേ എന്ന് പറയാണ്. നിനക്ക് കുറച്ച് നാണമുണ്ടോ ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നു അവള് വീണ്ടും എന്ന് പറയുമ്പോൾ, സാർ, എനിക്ക് സാറിനോട് സംസാരിക്കാനും കാണാനൊന്നും ഒട്ടും താല്പര്യമില്ല. അഞ്ജലി മേഡം പറഞ്ഞോണ്ടാ ഞാനിവിടെ വന്നത്. വരും, അവിടെയുള്ളവരൊക്കെ പാവങ്ങളാണല്ലോ, നിനക്ക് അവരെ പെട്ടെന്ന് കയ്യിലെടുക്കാൻ പറ്റും. അതന്നെയാ നിന്റെ ഉദ്ദേശം. അവരെ പറഞ്ഞ് മയക്കി എങ്ങനെയെങ്കിലൊക്കെ ഇവിടെ വരണം. ഇവിടെ വന്നിട്ട് കുറച്ച് മണിക്കൂറുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെലവാക്കണം. എന്നിട്ട് ആ മണിക്കൂറിന് പൈസ വാങ്ങിക്കണം. അതന്നെയാ നിന്റെ ഉദ്ദേശം. നാണമില്ലാണ്ട് പിന്നെ വന്നിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതിയുടെ മുഖം അങ്ങോട്ട് മാറുവാട്ടോ. അത് കേട്ടുകൊണ്ട് നമ്മുടെ അഞ്ജലി വരുന്നുണ്ട്. കുഞ്ഞ, മതി, നിർത്ത്, നീ എന്താ കേട്ടാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? നിന്റെ ഫയൽ എന്ന് പറയാണ്. ഞാൻ വിളിച്ചിട്ടാ ശ്രുതി വന്നിരിക്കുന്നത്, കേട്ടല്ലോ. അതെ, ചേച്ചി വിളിച്ചിട്ട് തന്നെയാ വന്നത്, അതെനിക്കറിയാം. പക്ഷെ ചേച്ചിനെ കൊണ്ട് വിളിപ്പിച്ചത് ഇവൾ ഓരോ കാരണങ്ങളൊക്കെ ഉണ്ടാക്കി ചേച്ചിനെ കൊണ്ട് വിളിപ്പിക്കുന്നതാ എന്ന് പറയാണ്. കുഞ്ഞ, ഇത് നീ ആവശ്യമായിട്ടോടെ കുഞ്ഞ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിളിച്ചു വരുത്തിട്ടാ ശ്രുതി ഇവിടെ വന്നത് എന്ന് പറയണം. അതെ, അതന്നെയാ ഞാൻ പറഞ്ഞത്. ഇവിടെ വരും, ഇവിടെ വന്നിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ പോലെയൊക്കെ കാണിക്കും. എന്നിട്ട് ഒരു ദിവസത്തെ ശമ്പളം അതെങ്കിലും അവൾക്ക് മേടിച്ചെടുക്കാലോ, അതിനു വേണ്ടി അവളിവിടെ വന്നത് എന്ന് അശ്വിൻ വീണ്ടും പറയുവാട്ടോ.
അത് കേൾക്കുന്ന അഞ്ജലി പൊട്ടിത്തെറിക്കുകയാണ്. ദേ ശ്രുത, കുഞ്ഞ വെറുതെ അനാവശ്യം പറയരുത്. അവൾ ഇവിടെ വരാമെന്ന് സമ്മതിച്ചത് ഞാൻ പറഞ്ഞത് കൊണ്ടിട്ടാണ്. പിന്നെ ഇന്നത്തെ ശമ്പളം അവൾ വാങ്ങില്ലെന്ന് ഉറപ്പ് പറഞ്ഞിട്ട് അവൾ ഇങ്ങോട്ടേക്ക് വന്നത്. കാരണം എന്തെന്നറിയാവോ? നീന്റെ നക്കാപ്പിച്ച പൈസ ഒന്നും അവൾക്ക് വേണ്ട. അവളെ മാന്യമായിട്ട് പിള്ളേർക്ക് ട്യൂഷൻ എടുത്തിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. ജീവിക്കാനുള്ള വരുമാനം അവൾ അതിൽ നിന്ന് ഉണ്ടാക്കണ്ട. അല്ലാണ്ട് നിന്റെ പൈസ ഒന്നും അവൾക്ക് വേണ്ട. കേട്ടല്ലോ? പിന്നെ ഒരാൾ അപമാനിക്കുന്ന മുമ്പ് അയാളുടെ ഭാഗത്ത് ന്യായം ഉണ്ടാകുന്ന അറിയണം കുഞ്ഞ. എന്നിട്ട് അയാൾ അപമാനിച്ചാൽ മതി. അവരും മനുഷ്യരാണ്. ഇന്ന് നിന്റെ ഫയൽ പോ എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും അത് പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി അവിടെ നിന്ന് പോകുക കേട്ടോ. അത് ശ്രുതിക്കും ആകെ ദേഷ്യപ്പെട്ട് ശ്രുതി അവിടെ നിന്ന് പോകുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, ശ്രുതി നീ അവിടെ നിന്നേ എന്ന് പറയാണ്. ശ്രുതി കേൾക്കാത്ത പോലെ പോകുവാണ്. ശ്രുതി, നിന്റെ അടുത്ത് തന്നെ അവിടെ നിൽക്കാൻ പറഞ്ഞത് എന്താ സർ? അത് എനിക്ക് നിന്റെ ഒരു കാര്യം പറയാനുണ്ട്. അത് എനിക്ക് സാറോടൊന്നും പറയാനുമില്ല. സാറ് പറഞ്ഞതൊന്നും കേൾക്കാനുമില്ല. ശ്രുതി, ഞാൻ പറയല്ലോ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന്. ഇല്ല സർ എന്ന് പറയാണ്. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒരു താല്പര്യമില്ല. എനിക്കും അങ്ങനെ തന്നെയാണ്. നിന്നോട് സംസാരിക്കാനോ നിന്റെ മുഖം കാണാനോ എനിക്കൊരു താല്പര്യമില്ല എന്ന് പറയാണ്. അഹങ്കാരി എന്ന് പറയുമ്പോഴേക്കും സാറ് പറയണതും കാണിക്കണതും ഒന്നും അഹങ്കാരമല്ലേ? ഞങ്ങൾ പാവപ്പെട്ടവരെന്തെങ്കിലും പറയുമ്പോൾ സാറിന്റെ എതിർത്ത് എന്തെങ്കിലും പറയുമ്പോൾ അപ്പൊ അഹങ്കാരമായി. ദേ നോക്ക്, എനിക്ക് സാറിനോട് സംസാരിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. ദേ ലാവണ്യ മേഡം, അഞ്ജലി മേഡം, മുത്തശ്ശി മേഡം എന്നോട് വന്നത്. അതുകൊണ്ട് അവര് പറഞ്ഞ കാര്യം കഴിയുമ്പോഴേക്കും ഞാൻ ഇവിടുന്ന് പോകുകയും ചെയ്യും എന്ന് വേണ്ട നമ്മുടെ ശ്രുതി അവിടെ നിന്ന് പോകുക കേട്ടോ. അശ്വിന് ആകെ ദേഷ്യം വരുന്നുണ്ട്. ശ്രുതി പറഞ്ഞത് അനുസരിച്ചില്ലല്ലോ, അതിന്റെ ദേഷ്യം. അതിനുശേഷം നമ്മുടെ ശ്രുതി ബാഗൊക്കെ എടുത്തിട്ട് അവിടുന്ന് പോകാകുമ്പോൾ ലാവണ്യ വരുവാണ്. അയ്യോ ശ്രുതി, നീ പോകുവാണോ? അതേ മേഡം ഞാൻ പോകുവാണ്. ഇനി ഇവിടെ എൻ്റെ ആവശ്യമില്ലല്ലോ, കഴിഞ്ഞല്ലോ എല്ലാം എന്ന് പറഞ്ഞു. അയ്യോ അതങ്ങനെ നീ ഇങ്ങനെ പറയണോ? എനിക്ക് നിന്റെ ആവശ്യം ഇനിയുണ്ട് ശ്രുതി. എനിക്ക് നിന്നിൽ നിന്ന് ഒരുപാട് ഇനിയും പഠിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ അഞ്ജലി അത് കേട്ടോണ്ട് വരുന്നുണ്ട്. അതേ ശ്രുതി, ലാവണ്യക്ക് ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. അവൾ ഇനി എന്തിനൊക്കെ തെറ്റിച്ചു കഴിഞ്ഞാൽ മുത്തശ്ശി അവളായിട്ട് വെറുതെ പിണങ്ങും, വഴക്കുണ്ടാവും. ചിലപ്പോൾ കല്യാണം തന്നെ കുഞ്ഞെ വേണ്ടെന്ന് പറയും. ആ ഒരു അവസ്ഥയിലൊക്കെ കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ശ്രുതി, നീ എന്തായാലും അവൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. അയ്യോ മേഡം എനിക്ക് പോയേ പറ്റൂ. മേഡം എന്തിട്ടുണ്ടെങ്കിൽ എന്നോട് വിളിച്ച് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അയ്യോ അപ്പോഴേക്കും ലാവണ്യ പറഞ്ഞ ശ്രുതി, ഞാൻ പറഞ്ഞ നീ ഒന്ന് കേൾക്ക്. ഇതെന്റെ റിക്വസ്റ്റ് ആണ്. എൻ്റെ മേയർ സാറിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞവരെ നീ ഞങ്ങളുടെ കൂടെ തന്നെ വേണം ശ്രുതി. ഇതെന്റെ ഒരു റിക്വസ്റ്റ് ആണ്. പ്ലീസ് ശ്രുതി. പറ്റില്ലെന്ന് പറയല്ലേ ശ്രുതി. ഞാനല്ലേ ശ്രുതി പറഞ്ഞത്. പ്ലീസ് ശ്രുതി, പ്ലീസ് ശ്രുതി എന്ന് ലാവണ്യ പറയുമ്പോൾ അഞ്ജലി പറയണ്ട്, എന്താ ശ്രുതി ഈ ലാവണ്യ ഇത്രക്കൊക്കെ എഞ്ചി പറയണതല്ലേ? നീ ഒന്ന് കേക്ക്. അവരുടെ വിവാഹ നിശ്ചയം വരെ നിനക്കൊന്ന് വന്നൂടെ? ഒരു കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ. അതുവരെ ഒന്ന് വാ ശ്രുതി. അവൾക്ക് അതുവരെ നിന്ന് എന്തെങ്കിലും പഠിക്കുമെങ്കിലും ചെയ്യാലോ. പ്ലീസ് ശ്രുതി എന്ന് പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ ആലോചിക്കാട്ടോ. അത് മേഡം എന്ന് പറയുമ്പോൾ ലാവണ്യ പറഞ്ഞു, പ്ലീസ് ശ്രുതി ഞാൻ റിക്വസ്റ്റ് ചെയ്യാം ശ്രുതി, ഒന്ന് വാ ശ്രുതി എന്ന് പറയുമ്പോൾ എന്താ നീ ആലോചിക്കണം ചോദിക്കുമ്പോൾ അത് വീട്ടിലെ കാര്യങ്ങൾ. എൻ്റെ ശ്രുതി, വീട്ടിൽ പ്രീതിയുണ്ട്, അമ്മയുണ്ട്, അവരൊക്കെ വീട്ടിൽ തന്നെയല്ലുള്ളത്. അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കാൻ അവരൊക്കെ ഉണ്ടല്ലോ. നീ ഒന്നിങ്ങോട്ട് വാ ശ്രുതി. ശരി മേഡം ഞാൻ വരാം എന്ന് പറയുമ്പോൾ മുത്തശ്ശി കൈവശിങ്ങനെ കാണിക്കണില്ല. ലാവണ്യ എല്ലാം ഓക്കെ എന്ന രീതിയിൽ മുത്തശ്ശിനെ കാണിക്കണം കേട്ടോ. ശരി എന്നാൽ നാളെ വരാം മേഡം എന്ന് പറഞ്ഞിട്ട് ശരി ശ്രുതി വളരെ നന്ദി എന്ന് പറയാണ്. ശ്രുതി അങ്ങനെ അവിടെ നിന്ന് പോകുവാണ്. മുത്തശ്ശി ശ്രുതി പോകുമ്പോഴേക്ക് വേഗം ലാവണ്യ എടുത്ത് വരുന്നുണ്ട്. എല്ലാം റെഡി ആയല്ലോ അല്ലേ? റെഡിയായി മുത്തശ്ശി. അപ്പോഴേക്ക് അഞ്ജലി പറഞ്ഞു, നിങ്ങളുടെ നാടകം അവൾക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശി പറയണ്ടേ, എന്തായാലും കല്യാണം വിവാഹ നിശ്ചയം വരെ അവൾ വരാൻ സമ്മതിച്ചല്ലോ. അതേ മുത്തശ്ശി, അവൾ വരാൻ സമ്മതിച്ചു. അത് കഴിയുമ്പോൾ നമുക്ക് കൊണ്ടുവരാന്നേ, അവളെ കൊണ്ടുവരാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇതുപോലെ നാടകം കളിച്ച് അവളെ നമുക്ക് കൊണ്ടുവരാൻ മുത്തശ്ശി എന്ന് ലാവണ്യം പറയുന്നുണ്ട്. ശ്രുതി ഗേറ്റ് തുറന്ന് പോണത് നമ്മുടെ ശ്യാം മുകളിൽ നിന്ന് കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവള് വീണ്ടും ഇവിടെ വന്നു, ഇവിടെ എന്തിനാ ഇവിടെ വന്നത് എന്ന് പറഞ്ഞിട്ട് ശ്യാം ദേഷ്യത്തോടു കൂടി അകത്തേക്ക് കയറുക. അപ്പൊ അഞ്ജലി വരുന്നുണ്ട്, എന്താ ശ്യാമേട്ടാ എന്ത് പറ്റി? അല്ല ആ ശ്രുതിനെ വീണ്ടും ഇവിടെ വിളിച്ചു വരുത്തില്ല, കാര്യം എന്താ? അത് ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് വിളിച്ചു വരുത്തിയതാ. മാത്രമല്ല അവളിവിടെ ഇല്ലായിട്ട് ഒരു സുഖമില്ല ശ്യാമേട്ടാ. സത്യം പറയാലോ, ആദ്യം അവളെ മുത്തശ്ശിക്ക് വല്ലാതെ ഇഷ്ടമായിരുന്നു. ഇപ്പൊ മുത്തശ്ശിനേക്കാൾ ഇഷ്ടം ലാവണ്യക്ക് അവളില്ലാണ്ട് പറ്റാണ്ടായി. അതുകൊണ്ട് എൻഗേജ്മെന്റ് വരെ അവൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ സംഭവിക്കും? അത് പറ്റില്ല അഞ്ജലി. അതെന്താ ശ്യാമേട്ടന് എന്തെങ്കിലും കുഴപ്പമുണ്ട് അവൾ വരുന്നതില്? അല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അളിയൻ അതൊന്നും ഇഷ്ടമല്ല. അളിയൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തിനാ മോളും ചെയ്യണത്? അതെ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണം. എന്റെ രണ്ടു തുള്ളി കണ്ണീര് മതി കുഞ്ഞിന്റെ മനസ്സറിയാൻ വേണ്ടിയിട്ട് എന്ന് പറയാണ് അഞ്ജലി. എന്തായാലും ശ്രുതി ഇവിടെ വരും ശ്യാമേട്ട, അത് ഞങ്ങൾ തീരുമാനിച്ച കാര്യമാണ് എന്ന് പറയുക കേട്ടോ. ശ്യാമിനാണെങ്കിൽ ആകെ ദേഷ്യം വരുവാണ്. ശ്യാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.